Okay, in your question, okay. In an air standard Otto cycle, compression ratio is 7 and the compression being at 35 degrees Celsius, 0.1 megapascal. The maximum temperature of the cycle is 1100 degrees Celsius. Find the heat supplied per kg of air, work done per kg of air, and cycle efficiency. Take Cp is equal to 1.005 kilojoule per kilogram Kelvin and Cv is equal to 0.718 kilojoule per kilogram Kelvin. അപ്പം നമുക്ക് ഓട്ടോ സൈക്കിളിൻ്റെ പ്രോബ്ലമാണ് ചെയ്യേണ്ടത് അല്ലേ? ഓട്ടോ സൈക്കിളിൻ്റെ പ്രോബ്ലം നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്രഷൻ റേഷ്യോ തന്നിട്ട് ഓട്ടോ സൈക്കിൾ ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ഇല്ലേ? അപ്പം നമുക്കിപ്പോൾ ഓട്ടോ സൈക്കിൾ തരുമ്പോൾ അല്ലെങ്കിൽ ഓട്ടോ സൈക്കിൾ തരുമ്പോൾ നമ്മൾ നോക്കി നമുക്ക് 4 പ്രോസസ്സിലാണ് നടക്കുന്നത്. 1 to 2, 2 to 3, 3 to 4, 4 to 1. ഓട്ടോ സൈക്കിളിനെ നമ്മൾ എന്ത് പറയും? പെട്രോൾ സൈക്കിൾ എന്നും പറയും. അപ്പോൾ പെട്രോൾ സൈക്കിളിൻ്റെ പ്രത്യേകത എന്തുവാണ്? നമ്മൾ ആദ്യമേ എയറിനെ ഫില്ല് ചെയ്യുന്നു. അപ്പോൾ 1 to 2 നമ്മൾ എന്ത് ചെയ്യുന്നത്? എയറിനെ ഫില്ല് ചെയ്യുന്നത്. ആ എയറിനെ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? 2 to 3 നമ്മൾ അതിനെ എന്ത് ചെയ്യും? കംപ്രസ് ചെയ്യും. കംപ്രസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? വീണ്ടും എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഡ് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെലിവർ ചെയ്യുന്നു അല്ലേ? അപ്പോൾ നോക്കി 1 to 2 എന്ന് പറയുന്നത് ഐസെൻട്രോപിക് പ്രോസസ്സാണ്. 1 to 2 ഐസെൻട്രോപിക് പ്രോസസ്സാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? നടക്കുന്നത്. 2 to 3 നമുക്ക് കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സാണ് നടക്കുന്നത്. ഇത് പി വി ഡയഗ്രാമാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ പി വി ഡയഗ്രാം. അപ്പോൾ 1 to 2 ഐസെൻട്രോപിക് പ്രോസസ്സും ഇത് കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സും ഇത് ഐസെൻട്രോപിക് പ്രോസസ്സ്, കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സ്. അപ്പോൾ നോക്കി നമ്മൾ 1 to 2 എയറിന് സ്വീകരിക്കുന്നു. അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നില്ല? ടെമ്പറേച്ചർ ഒന്നും കൊടുക്കുന്നില്ല അല്ലേ? 2 to 3 എന്ത് ചെയ്യുകയാണ്? കംപ്രസ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ കംപ്രസ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഹീറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻലെറ്റായിട്ട് കൊടുക്കുന്നു. 3 to 4 എന്ത് ചെയ്യുകയാണ്? അത് പൊട്ടിത്തെറിച്ച് പോകുന്നു. അതായത് ഹൈ ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഹൈ ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ 4 to 1 എന്ത് ചെയ്യുകയാണ്? ഹീറ്റിനെ റിജക്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഹീറ്റ് സപ്ലൈ ചെയ്യുന്നുണ്ട്, ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് തമ്മിലുള്ള ഡിഫറൻസിനെ പറയുന്നവരാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്? വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നമ്മളുടെ ഗിവൺ ഡേറ്റാസ് ഒന്ന് നോക്കാം, എന്തൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഫസ്റ്റ് നമ്മളുടെ എയർ കംപ്രഷൻ റേഷ്യോ, നിങ്ങൾ ആ സ്ലൈഡ് നോക്കി നിങ്ങൾക്കറിയാം. കംപ്രഷൻ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V1/V2 എന്നാണ് കംപ്രഷൻ റേഷ്യോ. അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സിമ്പിളാണെന്ത്? R = നമുക്ക് എത്ര എന്ന് കിട്ടി? തന്നിട്ടുണ്ട് 7 എന്ന് തന്നിട്ടുണ്ട്. കംപ്രഷൻ റേഷ്യോ 7 എന്ന് തന്നിട്ടുണ്ട്. അറ്റ് ദ ബിഗിനിങ് ടെമ്പറേച്ചർ ഈസ് 37 ഡിഗ്രി സെൽഷ്യസ്. അതായത് അതായത് ഇനിഷ്യൽ ടെമ്പറേച്ചർ T1 എന്ന് പറയുന്നതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ഇനിഷ്യൽ ടെമ്പറേച്ചർ 35 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ 35 ഡിഗ്രിയെ നമ്മൾ കെൽവിനിലേക്ക് മാറ്റുമ്പോൾ 273 കൊണ്ട് ആഡ് ചെയ്യണം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇനിഷ്യൽ പ്രഷർ തന്നിട്ടുണ്ട്. P1 = എത്രയാണ്? 0.1 മെഗാപാസ്കലാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്നതെന്ന് പറയുന്നത് ദ മാക്സിമം ടെമ്പറേച്ചർ ഓഫ് ദ സൈക്കിൾ. മാക്സിമം ടെമ്പറേച്ചർ എവിടെ നടക്കുന്നത്? ഇത് കംപ്രഷൻ നടന്നതിന് ശേഷം ഇവിടെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മൾ സ്പാർക്ക് എടുക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? അവിടെ ഹൈ ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്യും. അതായത് 3 to 4 നമ്മുടെ എന്തെന്ന് പറയുന്നത്? മാക്സിമം ടെമ്പറേച്ചർ ഉണ്ടാകുന്നത്. അതുപോലെ T3 നമുക്ക് തന്നിരിക്കുന്നത്. എത്രയാണ്? 1100 ഡിഗ്രി സെൽഷ്യസ് = 1100 + 273 കെൽവിൻ. ഇതിലേക്ക് മാറ്റി. ഇനി നമുക്ക് തന്നിരിക്കുന്നതെന്ന് പറയുന്നത് CP/CV വാല്യൂ, അതായത് സ്പെസിഫിക് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറിലെ സ്പെസിഫിക് ഹീറ്റ് വാല്യൂ, അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയത്തിലെ സ്പെസിഫിക് ഹീറ്റ് വാല്യൂ. നമുക്കറിയാം, പണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് CP/CV എന്തുവാണ്. ഓക്കെ, അത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും. ചിലപ്പോൾ നമുക്കത് തരത്തില്ലെങ്കിൽ അത് കോൺസ്റ്റൻറ്റ് വാല്യൂ കാണാതെ പഠിച്ചിരിക്കുക. CPയും CV വാല്യൂ. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. CP/CV എന്ന് പറയുന്നത് എന്താണ്? ഗാമയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഫസ്റ്റ് നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതിൻ്റെ ഹീറ്റ് സപ്ലൈഡ് ആണ് നമ്മൾ കണ്ടുപിടിക്കാം. അതായത് 2 to 3 ഹീറ്റ് സപ്ലൈഡ് ആണ് കണ്ടുപിടിക്കാൻ. നിങ്ങളുടെ സ്ലൈഡ് നോക്കിയാൽ അറിയാം. ഹീറ്റ് സപ്ലൈഡ് = എന്താണ്? MCV. ഹീറ്റ് സപ്ലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇതിനകത്തറിയാം MCV T3 - T2 ആണ്. MCV T3 - T2. അതായത് ഈ സൈഡിലാണ്, ഈ പോർഷനിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഹീറ്റിനെ സപ്ലൈ ചെയ്യുന്നത്. അതായത് T3 ടെമ്പറേച്ചർ - T2 ടെമ്പറേച്ചർ MCV. ഓക്കെ, ഞാൻ പറയുന്നുണ്ട്, ക്വസ്റ്റിനകത്ത് പറയുന്നുണ്ട്, അതെന്ന് പറയുന്നൊരു പെർ kgയിലുള്ള ഹീറ്റ് സപ്ലൈ ആണ്. അതായത് മാസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? മാസ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഹീറ്റ് സപ്ലൈഡ് =
CV ഇൻറ്റു T3 മൈനസ് T2. ഓക്കെ, ഇതിനകത്ത് നമുക്ക് എന്ത് തന്നിട്ടില്ല? T2 തന്നിട്ടില്ല. അപ്പോൾ നോക്കി 1 to 2 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഐസെൻട്രോപിക് പ്രോസസ്സാണ്. ഐസെൻട്രോപിക് പ്രോസസ് ആകുമ്പോൾ നമുക്കറിയാം T1 ബൈ T2 ബൈ T1 ഈസ് ഈക്വൽ ടു V1 ബൈ V2 ദ ഹോൾ റേസ് ടു ഗാമ മൈനസ് 1 ആണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഐസെൻട്രോപിക് പ്രോസസ് T2 ബൈ T1 ഈസ് ഈക്വൽ ടു V1 ബൈ V2 ഗാമ മൈനസ് 1 ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം V1 ബൈ V2 കംപ്രഷൻ റേഷ്യോ ആണ്, നമുക്ക് വാല്യൂ കിട്ടി. T1 തന്നിട്ടുണ്ട്, അപ്പോൾ T2 നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മുടെ ഹീറ്റ് സപ്ലൈഡ് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം? കണ്ടുപിടിച്ചൂടെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വർക്ക് ഡൺ ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഹീറ്റ് നമ്മൾ കൊടുത്തു, എത്ര ഹീറ്റ് കൊടുത്തു, എത്ര നമുക്ക് ഔട്ട്പുട്ട് കിട്ടി, അതിന് രണ്ടിൻ്റെ ഡിഫറൻസ് നമ്മൾ എന്തെന്ന് പറയുന്നത് വർക്ക് ഡൺ എന്ന് പറയുന്നത്. അതായത് ഹീറ്റ് സപ്ലൈഡ് മൈനസ് ഹീറ്റ് റിജക്റ്റഡ്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഹീറ്റ് റിജക്റ്റഡ് കണ്ടുപിടിക്കണം. അപ്പോൾ ഹീറ്റ് റിജക്റ്റഡ് ഈസ് ഈക്വൽ ടു ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്ന എവിടെയാണ്? 1 to 4 നമ്മുടെ ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നത്. അത് കോൺസ്റ്റൻറ്റ് വോളിയത്തിലാണ്. അതായത് MCV T4 മൈനസ് T1 എന്ന് പറയുന്നതാണ് നമ്മളുടെ എന്താണെന്ന് പറയുന്നത് ഹീറ്റ് റിജക്റ്റഡ് കണ്ടുപിടിക്കാൻ. അപ്പോൾ നമുക്ക് എന്ത് വേണം? T4 വേണം, T1 നമുക്കറിയാം. അപ്പോൾ സെയിം നേരത്തെ ചെയ്ത പോലെ തന്നെ 3 to 4 എന്ന് പറയുന്നത് എന്താണ്? ഐസെൻട്രോപിക് പ്രോസസ്സാണ്. അപ്പം ഐസെൻട്രോപിക് പ്രോസസ്സ് ആകുമ്പോൾ T3 ബൈ T4 ഈസ് ഈക്വൽ ടു V4 ബൈ V3 ദ ഹോൾ റേസ് ടു ഗാമ മൈനസ് 1 ആണ്. ഓക്കെ, അപ്പോൾ നോക്കി നമ്മളുടെ ഡയഗ്രാം V1 എന്ന് പറഞ്ഞാൽ എന്തിനു തുല്യമായിരിക്കും? V4ന് തുല്യമാണ്. V2 എന്ന് പറഞ്ഞാൽ എന്തിനു തുല്യമാണ്? V3ക്ക് തുല്യമാണ്. അപ്പോൾ നമ്മളുടെ V1 ബൈ V2 എന്നതും എന്തിനു തുല്യമായിരിക്കും? V4 ബൈ V3ക്ക് തുല്യമായിരിക്കും. അപ്പോൾ നമ്മളുടെ T3 ബൈ T4 ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? നമ്മളുടെ കംപ്രഷൻ റേഷ്യോ അനുസരിച്ച് ചേഞ്ച് ചെയ്യാം അല്ലേ? T3 ബൈ T4 എന്ന് വെച്ചാൽ V1 ഡിവൈഡ് ബൈ V2 ദ ഹോൾ റേസ് ടു ഗാമ മൈനസ് 1. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്ത് കിട്ടും? T4 കിട്ടും. അപ്പോൾ നമുക്ക് T4 കിട്ടി, T2 കിട്ടി. അപ്പോൾ ഹീറ്റ് റിജക്റ്റഡ് കിട്ടി, ഹീറ്റ് സപ്ലൈഡ് കിട്ടി. അപ്പോൾ നമ്മുടെ എന്ത് കിട്ടി? വർക്ക് ഡൺ കിട്ടി. അപ്പോൾ 2 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത 3ാമത്തെ ക്വസ്റ്റ്യൻ അവർ ചോദിക്കുന്നത് പറയുന്നത് എഫിഷ്യൻസി കണ്ടുപിടിക്കാനെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എഫിഷ്യൻസി 2 രീതി കണ്ടുപിടിക്കാം. തെർമൽ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 1 മൈനസ്, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി, തെർമൽ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ഹീറ്റ് സപ്ലൈഡ് മൈനസ് ഹീറ്റ് റിജക്റ്റഡ് ഡിവൈഡ് ബൈ ഹീറ്റ് സപ്ലൈഡ്. എത്ര വർക്ക് നടന്നു അല്ലെങ്കിൽ നമ്മളുടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്കാണ്. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റ് സപ്ലൈ. അപ്പോൾ ഹീറ്റ് സപ്ലൈയിൽ നിന്ന് ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നത് എന്താണ്? അവിടെ വർക്ക് നടക്കുന്നു. വർക്ക് ഡിവൈഡ് ബൈ നമ്മളുടെ ഇൻപുട്ട്. അതും അല്ലെങ്കിൽ നമുക്ക് കംപ്രഷൻ റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 1 മൈനസ് 1 ബൈ നമ്മളുടെ കംപ്രഷൻ റേഷ്യോ റേസ് ടു ഗാമ മൈനസ് 1. ഓക്കെ, അങ്ങനെ നമ്മളുടെ എഫിഷ്യൻസിയും കണ്ടുപിടിക്കാം. ഇതാണ് ഓട്ടോ സൈക്കിളിൻ്റെ പ്രോബ്ലംസ്.